എമെൽഡ ലാംബർട്ടീനി ജനിച്ചത് 1322 ബൊളോഞ്ഞയിലാണ്. അവളുടെ മാതാപിതാക്കളായ എഗാനോ പ്രഭവും കാസ്റ്റോറയും ഉത്തമ കത്തോലിക്ക ജീവിതം നയിച്ചവരായിരുന്നു. ജ്ഞാനസ്നാന സമയത്ത് എമെൽഡയ്ക്ക് മഗ്ദലേൻ എന്ന പേര് മാതാപിതാക്കൾ നൽകി. മാതാപിതാക്കൾ കുഞ്ഞ് എമെൽഡയ്ക്ക് ഈശോയെയും മാതാവിനെയും വിശുദ്ധരെയും കുറിച്ചുള്ള ധാരാളം കഥകൾ പറഞ്ഞു കൊടുത്തിരുന്നു. ഭക്തയായി ജീവിച്ച എമെൽഡ കുഞ്ഞ് 5-ാം വയസ്സിൽ ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കാൻ ഒത്തിരി കൊതിയോടെ ആഗ്രഹിച്ചു. എന്നാൽ ആ കാലത്ത് 14 വയസ്സ് തികയാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അനുവാദവും ഇല്ലായിരുന്നു. 9-ാം വയസ്സിൽ ആ കുഞ്ഞു ബാലിക കന്യാമഠത്തിൽ ചേരാൻ ആഗ്രഹിച്ചു. മാതാപിതാക്കൾ അവളുടെ ആഗ്രഹത്തിന് എതിരും നിന്നില്ല. അവൾ ബൊളോഞ്ഞയ്ക്ക് വെളിയിലുള്ള സെയിൻറ്റ് മേരി മാഗ്ദലൻ കോൺവെൻറ്റിൽ ചേർന്നു. ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ പ്രായശ്ചിത്ത പ്രവൃത്തികൾ നിറവേറ്റുവാനും പ്രാർത്ഥിക്കുവാനും ആ മകൾ ആരംഭിച്ചു. അപ്പോഴെല്ലാം അവൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരാഗ്രഹമായിരുന്നു ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുക എന്നത്. ഇക്കാര്യം അവൾ സഹസന്യാസിനികളോട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. 1333 മെയ് 12 അവളുടെ ആഗ്രഹം പിതാവായ ദൈവം അത്ഭുതകരമായി നിറവേറ്റി. സന്യാസിനികൾ എല്ലാവരും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയായിരുന്നു. ദിവ്യകാരുണ്യം സ്വീകരിക്കാനുള്ള ശക്തമായ ആഗ്രഹത്താൽ എമെൽഡ പ്രാർത്ഥിക്കാനും കണ്ണീർ വാഴ്ക്കാനും തുടങ്ങി. കുർബാന കഴിഞ്ഞു. അച്ഛനും കന്യാസ്ത്രീകളും ഓരോരുത്തരായി പള്ളി വിട്ടു പോകുന്നത് അവൾ കണ്ടു. പെട്ടെന്ന് കന്യാസ്ത്രീകൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. എവിടെ നിന്നോ സ്വർഗീയമായ ഒരു സുഗന്ധം വരുന്നു. ആ സുഗന്ധത്തിൻ്റെ ഉറവിടം അന്വേഷിച്ച് അവരെത്തിയത് എമെൽഡയുടെ അടുക്കൽ. അവർ നോക്കുമ്പോൾ ദാ കാണുന്നു, എമെൽഡയുടെ ശിരസിന് മുകളിൽ പ്രകാശിക്കുന്ന ഒരു തിരുവോസ്തി. അത് നിന്ന് തിളങ്ങുകയാണ്. കന്യാസ്ത്രീകൾ ഉടനെ ഓടിച്ചെന്ന് അച്ഛനെ വിവരം അറിയിച്ചു. അച്ഛൻ വന്ന് അത്ഭുതകരമായ ആ ദൃശ്യം നേരിട്ട് കണ്ടു. അദ്ദേഹം വിശുദ്ധ പാത്രം പിടിച്ചുകൊണ്ട് അവിടെ ആരാധനയ്ക്കായി മുട്ടുകുത്തി. അപ്പോൾ അറ്റ്മോസ്ഫിയറിലുണ്ടായിരുന്ന ആ ഓസ്തി, മോളുടെ തലയ്ക്ക് മുകളിലുണ്ടായിരുന്ന ആ ഓസ്തി ഇറങ്ങി വന്ന് അച്ഛൻ്റെ കയ്യിലുള്ള പാത്രത്തിൽ ഇരുന്നു. അച്ഛൻ ഉടൻ തന്നെ ഓസ്തിയെടുത്ത് എമെൽഡ മോൾക്ക് നൽകി. വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിവരിക്കാനാവാത്ത സ്നേഹവായ്പിനാൽ നിറഞ്ഞ് ഈ കുഞ്ഞുമകൾ അധികം സമയം കളയാതെ കർത്താവിൻ്റെ അടുക്കിലേക്ക് മരണത്തിലൂടെ യാത്രയായി. ആ നിമിഷം തന്നെ 1826 ലേയോ 7-ാമൻ പാപ്പ എമെൽഡ മാഗ്ദലിനെ വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തി. ആദ്യ കുർബാന സ്വീകരിക്കുന്നവരുടെ മധ്യസ്ഥയാണ് എമെൽഡ.